ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദാവീദിൻ്റെ പാപം മൂലം സംഭവിച്ചതും അത് നമുക്ക് നൽകുന്ന പാഠം എന്നതിനെ പറ്റിയാണ്. അതായത് ദൈവമക്കൾക്ക് ദാവീദിൻ്റെ പാപം മൂലം ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന പാഠങ്ങൾ എന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. 2 സാമുവേൽ 11-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദാവീദിൻ്റെ പ്രവൃത്തി ദൈവത്തിന് അനിഷ്ടമായി. അതായത് ദാവീദിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ദൈവത്തിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ പാപത്തെ നമുക്ക് വായിക്കാനും ധ്യാനിക്കാനും പഠിക്കുവാനുമായിട്ട് ദൈവം വേദപുസ്തകത്തിൽ തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ. എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനാണ്, നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളെ ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഏതാനും പാഠങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുകയാണ് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ. ദാവീദ് വ്യഭിചാരം ചെയ്തു, ദാവീദ് കൊലപാതകം ചെയ്തു. 2 വലിയ കൽപ്പനകൾ. 10 കൽപ്പനകളിൽ ദൈവം മോശയിലൂടെ ദൈവജനത്തിന് കൊടുത്ത 10 കൽപ്പനകളിൽ 2 പ്രധാനപ്പെട്ട കൽപ്പനകൾ, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്. ഈ 2 കൽപ്പനകളും ദാവീദ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മകൻ ലംഘിക്കുകയാണ്. ചെറിയ പാപമല്ല, വലിയ പാപമാണ് ചെയ്തത്. കർത്താവ് എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന്, പ്രിയപ്പെട്ടവരെ, ആരും ഒരിക്കലും വീഴാത്ത വണ്ണം ശക്തരല്ല. ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല, ഞാൻ ആത്മീയ ജീവിതത്തിൽ ഒരു പ്രത്യേക ലെവൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു, എത്തിച്ചേർന്ന് കഴിഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും വീഴത്തില്ല, ഒരു പ്രലോഭനത്തിന് എന്നെ തൊടാൻ സാധ്യമല്ല, ആ ഘട്ടമൊക്കെ കഴിഞ്ഞു പോയി, ഞാനിപ്പം ഭയങ്കരമായ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്, ഇനി ഒരു പിശാചിനും പ്രലോഭനത്തിന് എന്നെ വീഴിക്കാൻ സാധ്യമല്ല എന്ന് ഒരിക്കലും ആരും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറയാണ്: നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ്, ഞാനിപ്പോൾ നിൽക്കുകയാണ്, ഞാനിപ്പോൾ ഇരിക്കുകയല്ല, ഞാനിപ്പോൾ വീണ് കിടക്കുകയല്ല, ഞാനിപ്പോൾ നിൽക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സാധാരണക്കാരനല്ലായിരുന്നു. ഒരുപാട് വളർന്ന മനുഷ്യനാണ്. ദൈവത്തിൻ്റെ സ്വരം കേട്ട മനുഷ്യൻ, ദൈവത്തെ ദർശനത്തിൽ കണ്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ അഭിഷേകം ഏറ്റുവാങ്ങിയ മനുഷ്യൻ, ദൈവത്തോട് സംസർഗം നടത്തിയിരുന്ന മനുഷ്യൻ, ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ഇടയനായിരുന്ന സമയത്ത് തന്നെ അഭിഷേകം കടന്നു വന്നിട്ട് വലിയ സിംഹങ്ങളെയും കരടികളെയും എല്ലാം വലിച്ചു കീറിക്കളഞ്ഞവൻ, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഗോലിയാത്തെന്ന് പറഞ്ഞ മല്ലനെ അടിച്ച് താഴെയിട്ടവൻ, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ വലിയ കാര്യങ്ങൾ ചെയ്തവൻ, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഇസ്രായേലിന് വിജയങ്ങളെ നേടിക്കൊടുത്തവൻ, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ പലതും ചെയ്തവൻ, അഭിഷേകത്തിൻ്റെ ഉന്നതമായ അനുഭവങ്ങൾ അനുഭവിച്ച വ്യക്തി. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക സമയത്ത് ദാവീദ് ദയനീയമായ വണ്ണം പരാജയപ്പെട്ടു പോയി. അങ്ങനെ പരാജയപ്പെട്ടു പോയ ദാവീദിനെ നമ്മുടെ മുൻപിൽ കാണിച്ചുകൊണ്ട് ദൈവം പറയാണ്: നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. മകനെ, മകളെ, നീ സ്പിരിച്വാലിറ്റിയിൽ, നീ ആത്മീയതയിൽ എത്ര ഉന്നതമായ തലത്തെത്തിയാലും നിന്റെ കാൽ വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു പഴത്തൊലിയിൽ ചവിട്ടിയാൽ എത്ര ആരോഗ്യമുള്ളവനും തെന്നിപ്പോകുന്നത് പോലെ നീ വീണു പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണമെന്നുള്ള ഒരു പാഠം ദൈവം നമുക്ക് തരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്: മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കൃതനായി പോകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. മറ്റു വ്യക്തികളോടെല്ലാം സുവിശേഷം പറഞ്ഞ് അനേകരെ നിത്യജീവനിലേക്ക് കൊണ്ടുവന്ന ഞാൻ തിരസ്കൃതനായി പോകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു.
പൗലോസ് എപ്പോഴും ആരോഗ്യകരമായ ഒരു ശ്രദ്ധ അവൻ്റെ ജീവിതത്തിൽ വച്ചിരുന്നു. താൻ വീണുപോകാൻ ഒരു സാധ്യതയുണ്ട് എന്ന് അറിയാവുന്ന പൗലോസ് എപ്പോഴും ആരോഗ്യകരമായ ഒരു ശ്രദ്ധ വീണു പോകാതിരിക്കുന്നതിന് വേണ്ടി അവൻ്റെ ജീവിതത്തിൽ അവൻ എന്നും ശ്രദ്ധാലുവായിരുന്നു. ഇന്ന് അനേകർ വീണു പോകുന്നതിൻ്റെ കാരണം ജീവിതത്തിലെ കെയർലെസ്നെസ്സാണ്, ശ്രദ്ധയില്ലായ്മയാണ്. ഞാൻ എവിടെയോ എത്തിച്ചേർന്നു, ഇനി വീഴത്തില്ല എന്നുള്ള ഒരു അഹങ്കാര ചിന്തയാണ്. ഇത് വരാതിരിക്കാൻ ദാവീദിൻ്റെ പാഠം ദൈവം നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു. ദാവീദിൻ്റെ പതനം കാണിക്കുന്ന രണ്ടാമത്തെ പാഠം ഇതാണ്: ആര് പാപം ചെയ്താലും ദൈവം അതിനെ ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും, സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ശുശ്രൂഷാ മണ്ഡലത്തിൽ വരദാനങ്ങളും അഭിഷേകം കൊണ്ട് വിരാജിക്കുന്ന വ്യക്തിയാണെങ്കിലും, പാപം ചെയ്താൽ അവൻ എൻ്റെ വചനം പറയുന്ന മകനല്ലേ, അതുകൊണ്ട് സാരമില്ല, ആ പാപത്തിന് നേരെ അങ്ങ് കണ്ണടച്ചേക്കാം എന്ന് ദൈവം ഒരിക്കലും വിചാരിക്കുന്നില്ല. ഏത് മനുഷ്യൻ്റെ പാപവും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പാപം തന്നെയാണ്. പാപത്തെ ദൈവം ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ആദ്യം കേട്ട വചനം നമ്മൾ കണ്ടു. ദാവീദിൻ്റെ പാപം ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. 2 സാമുവേൽ 11:27. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചില്ല. അവൻ എന്നെ ഒരുപാട് ആരാധിക്കുന്നവനല്ലേ, അവൻ സങ്കീർത്തനം എഴുതിയവനല്ലേ, അവൻ പാട്ട് പാടുന്നവനല്ലേ, അവൻ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗമെടുത്തവനല്ലേ, അവൻ എന്നെ ഒരുപാട് ഇത്രയും നാൾ സ്നേഹിച്ചതല്ലേ, അതുകൊണ്ട് കണ്ണടച്ചേക്കാം എന്ന് വിചാരിച്ചില്ല. പകരം ദൈവം പാപത്തെ പാപമായിട്ട് കണ്ടുകൊണ്ട് തൻ്റെ പ്രവാചകനായ നാഥാൻ എന്ന് പറയുന്ന ദൈവദാസനെ കൊട്ടാരത്തിലേക്ക് വിട്ടുകൊണ്ട് ദാവീദിൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീ ചെയ്ത പാപം ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിരിക്കുന്നു. സിൻ ഇസ് സിൻ, പാപം പാപം തന്നെയാണ്, പാപം എന്നും പാപം തന്നെയാണ് എന്ന് ദൈവം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാര് ചെയ്താലും പാപമാണ്. എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും, വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെങ്കിലും, കഴിവുള്ള വ്യക്തിയാണെങ്കിലും, ദൈവത്തെ ഒരുപാട് സേവിച്ച വ്യക്തിയാണെങ്കിലും, ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണെങ്കിലും, പാപത്തെ ദൈവം ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. കർത്താവ് യെശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. പാപത്തെ എന്നും പാപമായിട്ട് വിളിക്കണം. ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. പാപത്തെ വിളിക്കുന്ന പേരാണ് ഹോർമോൺ പ്രോബ്ലം, പാപത്തെ വിളിക്കുന്ന പേരാണ് ബലഹീനത, പാപത്തെ വിളിക്കുന്ന പേരാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ, പാപത്തെ വിളിക്കുന്ന പേരാണ് പാരമ്പര്യ പ്രശ്നം, പാപത്തെ വിളിക്കുന്ന പേരാണ് നിസ്സഹായത, പാപത്തെ വിളിക്കുന്ന പേരാണ് കുറവ്, പാപത്തെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ പ്രോബ്ലം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പല ഓമന പേരുകളും വിളിച്ച് പാപത്തെ ലോകം അതിൻ്റെ ഗൗരവം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം പാപത്തെ പാപമായിട്ട് തന്നെ പറയുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരു ക്യാൻസർ രോഗി എൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നതായിരിക്കും, ചേട്ടൻ്റെ രോഗമെന്ന് പറയുന്നത് ഇപ്പം ചേട്ടനെ നോക്കിയപ്പോൾ ചേട്ടന് 100 ഡിഗ്രി പനിയുണ്ട്, അതുകൊണ്ട് ചേട്ടൻ പാരസെറ്റമോളും കഴിച്ച് 2 ദിവസം നല്ല ചൂടുവെള്ളത്തിൽ ശരീരമൊക്കെ കഴുകി ഒത്തിരി വെള്ളമൊക്കെ കുടിച്ച് ഒരു കമ്പിളിയൊക്കെ പുതച്ച് ചേട്ടൻ വീട്ടിൽ പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ചേട്ടനെ ഞാൻ സന്തോഷിപ്പിച്ച് വിട്ടാൽ ചേട്ടന് വലിയ സന്തോഷമാണ്. ഡോക്ടർ ജോൺ പറഞ്ഞു എനിക്ക് പനിയാണ്, 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം സന്തോഷമായിട്ട് പോയി. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം മാറുന്നില്ല. അദ്ദേഹം അതുകൊണ്ട് മിടുക്കനായ മറ്റൊരു ഡോക്ടറിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ആ ഡോക്ടർ പരിശോധിച്ചിട്ട് ചേട്ടനോട് പറയും, ചേട്ടന് ക്യാൻസറാണ്. പക്ഷേ ഈ ക്യാൻസറിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ ക്യാൻസറിന് നല്ല ചികിത്സ ഇന്നുണ്ട്, നല്ല ചികിത്സയുള്ളൊരു ക്യാൻസറാണ്. ചേട്ടൻ ഇത് ഇപ്പം ചികിത്സിച്ച് ചേട്ടൻ 20 കൊല്ലം കൂടെ ജീവിക്കാം. ചേട്ടൻ ആ സമയത്ത് 60 വയസ്സുണ്ട് എന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ടവർ, കേട്ടപ്പം ഞെട്ടിപ്പോയി. ക്യാൻസറാന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരുപാട് ദുഃഖത്തോടെയാണ് പോയെങ്കിലും ആ ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ ചേട്ടൻ 20 കൊല്ലം കൂടെ ജീവിച്ചു, 80 വയസ്സ് വരെ ജീവിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാൻ നല്ല രസമാണ്. ചെറിയൊരു പനിയേ ഉള്ളൂ, പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ മതി. പക്ഷേ അത് കേട്ട് സന്തോഷത്തോടെ പോയെങ്കിലും ചേട്ടൻ്റെ പ്രശ്നം മാറുന്നില്ല. ലോകം വച്ച് നീട്ടുന്ന ഒന്നിനും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. ദൈവം പാപത്തെ പാപമെന്ന് വിളിക്കുന്ന നമ്മെ തകർക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മെ പണിയാനാണ്, നമ്മെ പണിത് ഉയർത്താനാണ്, നമ്മെ രക്ഷിച്ചെടുക്കാനാണ്, നമ്മെ കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കാനാണ്, നമുക്ക് ജീവൻ തരാനാണ്, നമുക്ക് അഭിഷേകം തരാനാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ദാവീദിൻ്റെ പാപം പഠിപ്പിക്കുന്ന 3ാമത്തെ പാഠമെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എലിക്ക് വച്ചിരിക്കുന്ന വിഷം ഒരു മനുഷ്യനെടുത്ത് മനഃപൂർവ്വം കഴിച്ചാൽ അവൻ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിളച്ച വെള്ളത്തിലേക്ക് ഒരു മനുഷ്യൻ എടുത്ത് ചാടിയാൽ അവൻ്റെ ശരീരം വെന്തു പോകും. കറണ്ട് പോകുന്ന കമ്പിയിൽ ഒരു മനുഷ്യൻ കയറി പിടിച്ചാൽ കറണ്ട് അടിച്ച് അവൻ്റെ കൈ കരിഞ്ഞു പോകും.
ഇതൊന്നും ദൈവം ചെയ്യുന്നതല്ല. തിളച്ച വെള്ളത്തിൽ ഒരു മനുഷ്യൻ ചാടിയിട്ട് ശരീരം പൊള്ളിയാൽ അത് ദൈവം പൊള്ളിച്ചതാണെന്ന് പറയത്തില്ല, നമ്മൾ ആരും പറയത്തില്ല. കറണ്ട് കമ്പിയിൽ കൈ പിടിച്ചിട്ട് കറണ്ട് അടിച്ചാൽ അത് ദൈവം കറണ്ട് അടിപ്പിച്ചാൽ നമ്മൾ ആരും പറയത്തില്ല. ഇതുപോലെ തന്നെയാണ് പാപവും. പാപം ചെയ്യരുത് എന്ന് ദൈവം പറയുന്നത് ദൈവത്തിന് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: മക്കളെ, പാപത്തിൻ്റെ തിളച്ച വെള്ളത്തിൽ പോയി ചാടരുത്, തൊടരുത്, കൈ പൊള്ളിപ്പോകും, ജീവിതം വെന്തു പോകും മക്കളെ. പാപത്തിൻ്റെ കറണ്ട് പോകുന്ന കമ്പിയിൽ പിടിക്കരുത്, ഷോക്കടിക്കും മക്കളെ. ഇതാണ് ദൈവം നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ശിക്ഷിക്കും എന്നല്ല, പാപം നിങ്ങൾക്കിട്ട് ഒരു പണി തന്നിട്ടേ പോകത്തുള്ളൂ. പാപത്തോട് നിങ്ങൾ കൂട്ടുകൂടാൻ പോയാൽ പാപം നിങ്ങളെ വെറുതെ വിടത്തില്ല, നിങ്ങൾക്കൊരു പണി തന്നിട്ട് നിങ്ങളെ ഒന്ന് ഇരുത്തിയിട്ടേ അവൻ പോകത്തുള്ളൂ. ഇതാണ് ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദാവീദ് അനുതപിച്ചപ്പോൾ ദൈവം ദാവീദിനോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ചു. ദാവീദ് സ്വർഗത്ത് പോവുകയും ചെയ്തു. ബൈബിളിൽ പുതിയ നിമിത്തം നമുക്കത് കാണാം, പരിശുദ്ധാത്മാവ് അത് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം ഇതാണ്: ദാവീദ് വ്യഭിചാരവും കൊലപാതകവും ചെയ്തപ്പോൾ അവൻ വിതയ്ക്കുന്നത് കൊയ്യും എന്നുള്ള നിയമപ്രകാരം അവൻ്റെ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഇതേ വ്യഭിചാരവും ഇതിനേക്കാൾ കട്ടി കൂടിയ ബലാത്സംഗങ്ങളും ഇതിനേക്കാൾ കട്ടി കൂടിയ കൊലപാതകങ്ങളും അവൻ്റെ മക്കൾ തമ്മിലും അവൻ്റെ കുടുംബാംഗങ്ങൾ തമ്മിലും നടക്കുന്നത് അവൻ കാണുകയാണ്. അത് ദൈവം കൊടുത്തതല്ല. അവൻ ഒരു തേങ്ങ കുഴിച്ചിട്ടപ്പോൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 100 കണക്കിന് തേങ്ങ അവൻ തെങ്ങിൽ നിന്നും വെട്ടിയെടുക്കുന്ന പോലെ, ഒരു മാങ്ങാടെ വിത്ത് കുഴിച്ചിട്ട് 12 കൊല്ലം കഴിഞ്ഞപ്പോൾ 1000കണക്കിന് മാങ്ങ വെട്ടിയെടുക്കുന്ന പോലെ ദാവീദ് വ്യഭിചാരത്തിൻ്റെ ഒരു വിത്ത് കുഴിച്ചിട്ടു, കൊലപാതകത്തിൻ്റെ ഒരു വിത്ത് കുഴിച്ചിട്ടു. കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ വ്യഭിചാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും 100 കണക്കിന് ഫലങ്ങൾ ദാവീദ് കുടുംബത്തിൽ വെട്ടിയിറക്കേണ്ടതായിട്ട് വന്നു. ഇതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പാപത്തെ സൂക്ഷിക്കാനായിട്ട് പറയുന്നത്. ഇത് സ്വർഗത്ത് പോകുന്നതും നരകത്ത് പോകുന്നതും പ്രശ്നം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാവുന്ന ഒരുപാട് തകർച്ചകളിൽ നിന്നും അതിനെ ഒഴിവാക്കിയെടുക്കാനാണ് ദൈവം നമ്മളോട് പറയുന്നത്. വിതയ്ക്കുന്നത് കൊയ്യുമെന്നുള്ള നിയമപ്രകാരം ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിന് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് ദാവീദിൻ്റെ പാപം തരുന്ന പാഠം ഇതാണ്: എത്ര വലിയ പാപിക്കും പാപമോചനമുണ്ട്, എത്ര കൊടും പാപിക്കും പാപമോചനം ഉണ്ട്. ഇതാണ് ദാവീദിൻ്റെ പാഠം നൽകുന്ന അടുത്ത പാഠം. ഈ സംഭവം ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ അടുത്ത കാര്യം ഇതാണ്: എത്ര വലിയ പാപിക്കും സൗജന്യമായിട്ട് നീതീകരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, 51 സങ്കീർത്തനം വായിച്ചു നോക്കിക്കേ. ദാവീദ് ചങ്ക് പൊട്ടിക്കൊണ്ട് കരയാണ്: കർത്താവേ, എൻ്റെ അകൃത്യങ്ങളെന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾക്ക് എന്നോട് കരുണയായിരിക്കണമേ, എന്നെ കഴുകണമേ, എന്നെ നിർമ്മലനാക്കണമേ എന്നുള്ള ദാവീദിൻ്റെ നിലവിളി കേട്ടുകൊണ്ട് ദൈവം ദാവീദിനെ നിരുപാധിക ക്ഷമിക്കുക. ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് യേശു. യേശു സ്വയം പറഞ്ഞെങ്ങനെയാണെന്നറിയാമോ? ഞാൻ ദാവീദിൻ്റെ പുത്രൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് പറയാൻ കൊള്ളാവോ? അത്ര വൃത്തികെട്ട പാപം ചെയ്തവനാണ് ദാവീദ്, വ്യഭിചാരവും കൊലപാതകവും. എന്നിട്ടും 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ദൈവം മനുഷ്യനായി വന്നപ്പോൾ ആ ദൈവ അഭിമാനത്തോടെ പറയാണ്, ഞാൻ ദാവീദിൻ്റെ പുത്രനാണെന്ന്. എന്ന് പറഞ്ഞാൽ ആ പാപം പൂർണ്ണമായിട്ടും ദാവീദ് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം ക്ഷമിക്കുകയും ദൈവം ദാവീദിനോട് കരുണ കാണിക്കുകയും ചെയ്തു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇന്ന് ചിന്തിച്ചോണം. ഒരുപക്ഷെ നിങ്ങൾ ജീവിത പങ്കാളിയോട് ഒരുപാട് അവിശ്വസ്തത കാണിച്ച വ്യക്തിയായിരിക്കാം, ഒരുപാട് കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത വ്യക്തിയായിരിക്കാം. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ചങ്ക് പൊട്ടി ഹൃദയം തുറങ്ങി ദൈവത്തിന് മുമ്പിൽ ചെന്ന് അനുതപിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പാപമോചനം ഉറപ്പാണ് എന്ന് ദാവീദിൻ്റെ സംഭവം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അതിനുള്ള വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ധ്യാന അവസരങ്ങളിൽ ഞാൻ കാണുന്ന വേദനാജനകമായ ഒരു കാര്യം ഇതാണ്: കുമ്പസാരത്തിന് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, കൊടുക്കാൻ വേണം. പക്ഷേ കുമ്പസാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? കുമ്പസാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? അച്ഛൻ്റെ അടുത്ത് പോയി പാപം ഏറ്റു പറയുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ കത്തോലിക്കർ അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അച്ഛൻ്റെ അടുത്ത് പോയി പാപം ഏറ്റു പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല അല്ല അല്ല. കുമ്പസാരത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനം പഠിപ്പിക്കുന്നത് കുമ്പസാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പക്കൽ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ആഴമായിട്ട് അനുതപിക്കുന്നതാണ് കുമ്പസാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാൻ 17 വർഷമായിട്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു. ഞാനിത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചില ആളുകളല്ല, ഒത്തിരി പേര് വളരെ കാഷ്വലായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി പഞ്ചസാരയും അരിയും ഒക്കെ പാം ഓയിലും വെളിച്ചെണ്ണയും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് പോലെ വളരെ നിർവികാരതയോടുകൂടി യാതൊരു തരത്തിലുള്ള വികാരങ്ങളും ഇല്ലാതെ ഒരു കരിങ്കല്ല് പോകുന്നത് പോലെ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നു. 1 2 3 4 5 6 പേപ്പറിൽ എഴുതി വെച്ച് യന്ത്രം ചൊല്ലുന്നത് പോലെ ചൊല്ലുന്നു. അതിനുശേഷം അച്ഛൻ്റെ അനുഗ്രഹവും മേടിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവർ, എൻ്റെ വിശ്വാസം ഇവരുടെ പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്നാണ്.
അതിൻ്റെ കാരണം ഒന്നാമത്തെ കാര്യം അവിടെ നടന്നിട്ടില്ല. സഭ പഠിപ്പിക്കുന്ന ഇതാണ്, ഒരു കുമ്പസാരത്തിലെ പ്രധാനപ്പെട്ട കാര്യം വൈദികൻ്റെ പക്കൽ എഞ്ചുപടി ചൊല്ലുന്നത് പോലെ ഏറ്റു പറയുന്നതല്ല, അത് പറയണം. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, ദൈവമേ, ദാവീദ് കരഞ്ഞതുപോലെ എൻ്റെ അകൃത്യങ്ങൾ നിരവധിയാണ്, എന്നെ ഹിസോപ്പ് കൊണ്ട് കഴുകണമേ, എന്നെ ഇവിടുത്തെ രക്തം കൊണ്ട് കഴുകണമേ, എനിക്ക് തെറ്റിപ്പോയി കർത്താവേ എന്ന് വൈദികനോട് കുമ്പസാരക്കൂട്ടിൽ പോകുന്നതിന് മുൻപ് നമ്മളും ദൈവവും തമ്മിൽ ചില കാര്യം ക്രമപ്പെടുത്താനുണ്ട്. ഞാനും ദൈവവുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് എൻ്റെ പാപങ്ങളെ ഓർത്ത് കരയുന്നതാണ് ഒന്നാമത്തെ ഘടകം. ചില ചേച്ചിമാർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തകർച്ച പറയും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചോദിക്കും, ചേച്ചി അബോർഷൻ ചെയ്തിട്ടുണ്ടോ? ചാടി കയറി പറയും, അയ്യോ ഡോക്ടറെ, അതെങ്ങനെയാണ് അത് ഡോക്ടർ ചോദിക്കുന്നത്? അത് ഞങ്ങൾ കുമ്പസാരിച്ചതാണല്ലോ. കുമ്പസാരിച്ച കാര്യം വീണ്ടും കർത്താവ് കാണിച്ചു തരുമോ? യഥാർത്ഥത്തിൽ കുമ്പസാരിച്ചതാണെ കാണിച്ചു തരത്തില്ല. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കുമ്പസാരത്തിലെ പ്രധാനപ്പെട്ട ഘടകമായ ആഴമേറിയ അനുതാപമില്ലാതെ ഒരു എഞ്ചുപടി ചൊല്ലിയതുപോലെ ചേച്ചി പോയി കുമ്പസാരക്കൂട്ടിൽ ഒരു വികാരങ്ങളും ഇല്ലാതെ യന്ത്രം പറയുന്നത് പോലെ, അച്ഛാ ഞാൻ 2 പേരെ കൊന്നിട്ടുണ്ട്, 2 അബോർഷൻ ചെയ്തിട്ടുണ്ട് എന്ന് ചൊല്ലി ഇങ്ങോട്ട് പോകുന്നത് അതവിടെ സംഭവിച്ചത്. പാപം കഴുകപ്പെട്ടിട്ടില്ല. യേശു വ്യക്തമാക്കിയാണ്, ദാവീദ് പൊട്ടിക്കരഞ്ഞതുപോലെ കരഞ്ഞാൽ ഏത് പാപിക്കും പരിപൂർണ പാപമോചനവും പരിപൂർണമായ രക്ഷയും അനുഭവിക്കാനായിട്ട് സാധിക്കും. അവൻ്റെ പാപങ്ങൾ പിന്നീട് ഒരിക്കലും ദൈവം ഓർക്കുകയില്ല. ദൈവം അതിനെ മറന്നു കളയാൻ സ്വയമായിട്ടൊരു തീരുമാനമെടുക്കാൻ, ഓർക്കാൻ ബുദ്ധികുറവുണ്ടായിട്ടൊന്നുമല്ല, ദൈവം സ്നേഹത്താൽ പ്രേരിതനായി നമ്മുടെ പാപങ്ങളെ ഇനി ഒരിക്കലും ഓർക്കണ്ടായും തീരുമാനിച്ചുകൊണ്ട് അതിനെ മറന്നു കളയുന്ന ഒരു പാഠവും കൂടെ ഇവിടെ തരുന്നുണ്ട്. അവസാനമായിട്ട് പാപമോചനം കിട്ടിയ പാപിയിലൂടെ ദൈവം വീണ്ടും അനുഗ്രഹങ്ങൾ ചൊരിയും എന്ന ഒരു സന്ദേശവും ഇവിടെ തരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ദാവീദ് വേറൊരാളുടെ ഭാര്യയുമായിട്ട് വ്യഭിചാരം ചെയ്തു. എന്നിട്ട് ആ ഭർത്താവിനെ കൊന്നു. ആ പെണ്ണിൻ്റെ പേര് ബത്ശീബ. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ നല്ല പിള്ള കളിക്കാൻ ബത്ശീബയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് മരിച്ചുപോയ പട്ടാളക്കാരൻ്റെ ഭാര്യയ്ക്ക് ജീവിതം കൊടുത്തെന്ന് കാണിക്കാൻ അവളെ ഭാര്യയും കൂടെ ആക്കി വെച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിന് ശേഷമാണ് നാഥാൻ പ്രവാചകൻ വരുന്നതും ദാവീദ് പൊട്ടിക്കരയുന്നതും ദാവീദ് അനുതപിക്കുന്നതും ദൈവം പാപം ക്ഷമിക്കുന്നതും. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം പാപം ക്ഷമിച്ച് കളഞ്ഞതിന് ശേഷം ഇതേ ബത്ശീബയിലൂടെ ദൈവം ഒരു മകനെ കൊടുക്കുകയാണ്, സോളമൻ. ദൈവത്തിൻ്റെ കരുണ എത്രയോ വലുതാണ്. ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കാതിരിക്കാൻ പറ്റുമോ? ഈ ദാവീദിന് എത്രയോ ഭാര്യമാരുണ്ടായിരുന്നു. അവരിലൂടെ ആരിലൂടെയെങ്കിലും സോളമനെ ദൈവത്തിന് വേണമെങ്കിൽ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്റെ പാപങ്ങൾ നിരുപാധികം ക്ഷമിക്കുന്നു, ഞാനത് ഒരിക്കലും ഓർക്കത്തില്ല എന്ന് വാക്കു പറഞ്ഞവൻ ഇതേ ബത്ശീബയിലൂടെ, ഒരു കാലത്ത് ഊറിയാടെ ഭാര്യയായിരുന്ന അതേ ബത്ശീബയിലൂടെ തന്നെ സോളമൻ എന്ന് പറയുന്ന ഒരു മകനെ ജന്മം കൊടുക്കാൻ ദൈവം തിരുമനസ്സായി. സോളമൻ സാധാരണ സോളമനല്ല, ലോക ചരിത്രത്തിൽ ഏറ്റവും ജ്ഞാനം നിറഞ്ഞ വ്യക്തിയായി, വിസ്ഡം നിറഞ്ഞ വ്യക്തികളിൽ ഒരാളായി, ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായി, കഴിവുകളുള്ള രാജാക്കന്മാരിൽ ഒരാളായി സോളമൻ മാറുന്നു. സോളമൻ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രതാപവാനായ രാജാവായി തീർന്നില്ല. ദാവീദിന് പോലും പണിയാൻ സാധിക്കാതിരുന്ന ദേവാലയം നിർമ്മിക്കാനുള്ള അഭിഷേകം, അധികാരം, അനുവാദം ദൈവം ഈ സോളമന് കൊടുത്തു. സോളമൻ ആരുടെ മോനാ? ബത്ശീബയുടെ മോൻ. ബത്ശീബ ആരാണ്? ദാവീദ് വ്യഭിചാരം ചെയ്ത വ്യക്തി. ആ ദാവീദിൻ്റെ ബത്ശീബയുടെയും വ്യഭിചാരത്തിലെ കുഞ്ഞ് മരിച്ചു പോയെങ്കിലും ദാവീദ് പൊട്ടിക്കരഞ്ഞ് അനുദപിച്ചതിന് ശേഷം ദൈവം ദാവീദിനും ബത്ശീബയിലും കൂടെ തന്നെ സോളമനെ നൽകിക്കൊണ്ട് താൻ കരുണയുള്ള പിതാവാണെന്നും താൻ പാപങ്ങൾ ഓർക്കാത്തവനാണെന്നും കാണിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ 50 വയസ്സുള്ള വ്യക്തിയായിരിക്കാം. ഈ 50 വർഷവും നിങ്ങൾ കൊടിയ പാപത്തിൽ ജീവിച്ച വ്യക്തിയായിരിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന് ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ആഴമായിട്ട് അനുതപിക്കുന്നു, ഞാൻ തിരിച്ചു വരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അനുതപിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ദാവീദിന് സോളമനെ കൊടുത്തതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഒരു അനുഗ്രഹം വരും. എന്തോ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുന്ന കാണാൻ പറ്റും. വലിയൊരു അഭിഷേകത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു ഇടപെടൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതും ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ആഴമായിട്ട് ആരെല്ലാം അനുദപിക്കുന്നോ അവരെല്ലാം ദൈവം എടുത്ത് ഉയർത്തി അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൻ്റെ ചരിത്രം മാത്രമല്ല, ലോക ചരിത്രം മുഴുവനും ഇത് തന്നെയാണ് കാണിക്കുന്നത്.
വീണുപോയ വ്യക്തികളെ, തകർന്നു പോയ വ്യക്തികളെ അവർ തിരിച്ചു വന്ന് അപ്പാ പിതാവേ തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ സ്വന്തം കരങ്ങളിലെടുക്കുകയും മാറോട് ചേർത്ത് പിടിക്കുകയും അവരെ അഭിഷേകം ചെയ്യുകയും അവരെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുന്ന നല്ല ദൈവത്തെ നമുക്ക് കാണാം. നമ്മൾ ഒരുപാട് വലിയ മനുഷ്യരാണെന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്ന പലരും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് പ്രിയപ്പെട്ടവരെ. അത് നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. കാരണം നമുക്ക് രക്ഷയുണ്ട്. വിശ്വാസികളുടെ പിതാവെന്ന് പറഞ്ഞ് നടക്കുന്ന അബ്രഹാം ചെയ്ത് എന്താണെന്നറിയാമോ? അബ്രഹാം ഭാര്യയിൽ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതിന് പകരം ഭാര്യയുടെ വാക്ക് കേട്ട് വേലക്കാരിയുമായിട്ട് പോയി. അവൻ ശരിക്കും പറഞ്ഞാൽ പാപം ചെയ്യുന്നത് തന്നെ പറയാം. എന്നിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. അങ്ങനത്തെ വ്യക്തിയാണ് അബ്രഹാം. ഈ അബ്രഹാത്തെയും ദൈവം തള്ളിക്കളയുന്നില്ല. നമ്മൾ ഓർത്തോണം, യാക്കോബ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വളവും തിരിവുള്ള വ്യക്തിയായിരുന്നു. യാക്കോബും അനുദപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പൊക്കിയെടുക്കുന്നു. സാംസൺ ഒരുപാട് പാപം ചെയ്ത വ്യക്തിയാണ്. സാംസണും അനുദപിക്കുമ്പോൾ ദൈവം സാംസന് അഭിഷേകം മടക്കി കൊടുക്കുന്നു. സാംസണിലൂടെ ദൈവം ശത്രുക്കളെ തകർത്ത് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നു. പത്രോസ് ദയനീയമായിട്ട് തോറ്റുപോയ വ്യക്തിയാണ്, പരാജയപ്പെട്ട വ്യക്തിയാണ്. പത്രോസ് കരഞ്ഞു കഴിഞ്ഞപ്പോഴും ദൈവം പത്രോസിനോട് ക്ഷമിക്കുന്നു, മറക്കുന്നു. പത്രോസിൻ്റെ കഴിഞ്ഞ കാര്യം പിന്നീട് ഒരിക്കലും ഓർക്കുന്നില്ല. പത്രോസിന് അഭിഷേകം കൊടുക്കുന്നു, പത്രോസിനെ സഭയുടെ തലവനാക്കി മാറ്റുന്നു. പൗലോസ് ക്രിസ്തീയ സഭയിലെ സ്ത്രീകളെയും കുട്ടികളെയും റോഡിലൂടെ വലിച്ചഴക്കുകയും സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോൾ വസ്ത്രം സൂക്ഷിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അവനും പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പക്കൽ വരുമ്പോൾ യേശു ക്ഷമിക്കുകയും മറ്റാർക്കും കൊടുക്കാത്ത അഭിഷേകവും ജ്ഞാനവും കൊടുത്തുകൊണ്ട് പുതിയ നിയമത്തിലെ 14 പുസ്തകങ്ങൾ എഴുതിക്കാൻ തക്കവണ്ണം വലിയ സ്വർഗത്തിൻ്റെ ജ്ഞാനം കൊടുത്ത് അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കൊലപാതകവും സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിച്ചതും മുഴുവൻ മറന്നു കളഞ്ഞ് താൻ സ്നേഹമാണെന്ന് പൗലോസിലൂടെ അവിടെ നിന്ന് കാണിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്ന എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, സഭയിൽ നിന്ന് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, വിശുദ്ധർക്കെല്ലാം തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരു പാപം ചെയ്യാത്ത ഒരു വിശുദ്ധന്, ഒരു പാപവും ചെയ്യാതെ ജീവിച്ച ഒരു വിശുദ്ധന് സഭയിലില്ല. വിശുദ്ധർക്കെല്ലാം ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ അവർ കർത്താവിൻ്റെ കരുണയിലേക്ക് കടന്നു വന്നു. അവർ പൊട്ടിക്കരഞ്ഞു, കർത്താവ് അത് ക്ഷമിച്ചു, കർത്താവ് അത് മറന്നു. അവർ കൂടുതൽ എളിമയുള്ളവരായി. ഓരോ വീഴ്ചയും പരാജയവും അവരെ കൂടുതൽ താഴ്മയുള്ളവരാക്കി മാറ്റി. അപ്പോൾ അവർക്ക് കൂടുതൽ കൃപ കിട്ടി, കൂടുതൽ അഭിഷേകം കിട്ടി. അവർ വലിയവരായി തീർന്നു. ദാവീദിൻ്റെ പാഠം നമ്മുടെ ശിരസിനെ കുനിക്കുന്ന പാഠമല്ല, കുനിഞ്ഞിരിക്കുന്ന ശിരസിനെ പൊക്കിപ്പിടിക്കുന്ന പാഠമാണ്. വ്യഭിചാരവും കൊലപാതകവും ചെയ്ത മനുഷ്യൻ ഇതാ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിലെ ഒരു വല്യപ്പച്ചനായി മാറി. ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് ബർത്തമേയുസ് നിലവിളിക്കുമ്പോൾ, അതേ ഞാൻ ദാവീദിൻ്റെ പുത്രൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ നിലവിളി കേട്ടുകൊണ്ട് അവൻ്റെ കണ്ണുകൾക്ക്, അന്ധമായ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുന്ന യേശുവിനെ നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വചനം കൂടിയുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ ഞാൻ കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരവും കൊലപാതകവും ചെയ്ത ഒരു മനുഷ്യൻ അവൻ അനുദപിച്ചു കഴിഞ്ഞപ്പോൾ അത് മറന്നിട്ട് ദൈവം വീണ്ടും പറയാണ്, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ ദാവീദിൽ, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ ഞാൻ കണ്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞ വചനം ദൈവം മാറ്റി പറയുന്നില്ല. പുതിയ നിയമത്തിൽ അവൻ വ്യഭിചാരം ചെയ്തല്ലോ, കൊലപാതകം ചെയ്തല്ലോ, അതുകൊണ്ട് ഇനി അവനെപ്പറ്റി അങ്ങനെ പറയണ്ട എന്ന് ദൈവം തീരുമാനിക്കുന്നില്ല. പകരം അവൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞൊരു വചനമാണ്, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ ഞാൻ കണ്ടു. അത് പാപം ചെയ്ത് അനുദപിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും അതേ വചനം തന്നെ അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയിക്കുകയാണ്. ദാവീദ് ആരാണെന്നറിയാമോ? എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മകൻ. പുതിയ നിയമത്തിൽ ഈ വചനം ആവർത്തിക്കുകയാണ്. സന്തോഷത്തിൻ്റെ വാർത്തയാണ്. നമ്മുടെ പരാജയങ്ങളിൽ മുഖം കുനിഞ്ഞിരിക്കരുത്, പരാജയങ്ങളിൽ തകർന്നു പോകരുത്. ദൈവം എന്നെ സ്വീകരിക്കുമോ എന്നോർത്ത് മാറി നിൽക്കരുത്. ഞാൻ 25 ധ്യാനം കൂടിയതാ, ഇനി രക്ഷയില്ല, എന്നിട്ടും പാപിയാണ്, മാറി നിൽക്കരുത്. 26ാമത്തെ ധ്യാനത്തിനും പോകണം, എത്രയും പെട്ടെന്ന് പോകണം. കേരളത്തിൽ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ തന്ന് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉടനെ പോകണം, ആഴമായിട്ട് ഏറ്റു പറയണം. ഈശോ തിരിച്ചു കൊണ്ടുവരും, നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കിത്തരും. ജോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ട്, വെട്ടുക്കിളികളും കാട്ടുകുതിരകളും വലിയ പക്ഷികളും വന്ന് നശിപ്പിച്ചു കളഞ്ഞ നിങ്ങളുടെ വിളവുകൾ ഞാൻ നിങ്ങൾക്ക് തരും. നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ ഞാൻ മടക്കിത്തരും. എന്ന് വെച്ചാൽ അർത്ഥം അറിയാമോ? ഒരുപാട് വർഷങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടേണ്ടത് കിട്ടാതെ പോയി. അതാണ് സംവത്സരങ്ങൾ. അത് മുഴുവൻ നീ തിരിച്ചു വന്ന് അനുദപിക്കുമ്പോൾ ഞാൻ മടക്കിത്തരും. ഇത് ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ മനോഹരമായ ഒരു വാഗ്ദാനമാണ്. നിന്റെ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളിലെ അനുഗ്രഹം ഞാൻ മടക്കിത്തരും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ദാവീദിൻ്റെ പാപം എന്നെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടു. ഞാനും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാപിയാണ്. കുനിഞ്ഞ ശിരസുമായിരിക്കുന്ന ഞാൻ ഇന്ന്
അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് അങ്ങേ ആരാധിക്കുന്ന തരത്തിൽ ഞാൻ ആകെയാണ് കർത്താവേ. ദാവീദിനെ അനുഗ്രഹിച്ചതുപോലെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെയും അനുഗ്രഹിക്കുന്നു തിരിച്ചറിയുന്നു. ദാവീദിന് സോളമനെ കൊടുത്ത് അനുഗ്രഹിച്ചതുപോലെ എന്നെയും അവിടുന്ന് അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.